Hello students, welcome to this channel. So ഇന്ന് നമുക്ക് ഫിഫ്ത്ത് മോഡ്യൂൾ അതായത് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ് ആൻഡ് വേർട്ടെക്സ് കളറിംഗ് എന്ന ഫിഫ്ത്ത് മോഡ്യൂളിൽ നമുക്കിന്ന് സെക്കൻഡ് പാർട്ടായിട്ട് കളറിംഗ് നോക്കാം. അതായത് ഗ്രാഫ് കളറിംഗ് അല്ലെങ്കിൽ വേർട്ടെക്സ് കളറിംഗ് ഇതൊക്കെ നമുക്കിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് ഇന്ന് വേർട്ടെക്സ് കളറിംഗ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രാഫ് കളറിംഗ് ആൻഡ് വേർട്ടെക്സ് കളറിംഗ്. അപ്പോൾ ഈ കളറിംഗ് എന്ന് പറയുന്നത് നമ്മൾ കളർ ചെയ്യുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗ്രാഫിന്, അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് നമുക്ക് തരുവാണ്, അത് ഏത് ടൈപ്പ് ഗ്രാഫ് ആണെങ്കിലും ശരി, നമുക്ക് ഏത് ഗ്രാഫ് തന്നാലും ശരി, ചിലപ്പോൾ അത് കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കാം, ചിലപ്പോൾ അത് ബൈപാർട്ടഡ് ഗ്രാഫ് ആയിരിക്കാം, ചില നേരത്തെ അതൊരു ട്രീ ആയിരിക്കാം. ഏത് ഗ്രാഫ് തന്നാലും കളറിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രോപ്പർ കളറിംഗ് എന്താണ് എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഡെഫിനേഷനിലോട്ട് വരാം. സോ ഫസ്റ്റ് നമുക്ക് വേർട്ടെക്സ് കളറിംഗ് എന്ന ഹെഡിങ് പ്രോപ്പർ കളറിംഗ് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പ്രോപ്പർ ഡെഫിനേഷനായിട്ട് വേർട്ടെക്സ് കളറിംഗ് നോക്കാം. So first, an assignment of colors to the vertices of a graph so that no two adjacent vertices get the same color is called a proper coloring of the graph. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് നമുക്ക് തരുമ്പോൾ ആ ഗ്രാഫിൽ രണ്ട് വേർട്ടിസസ് അഡ്ജസൻറ്റ് ആണെങ്കിൽ അവർക്ക് സെയിം കളർ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ഗ്രാഫ് ഷീറ്റിലല്ല ഗ്രാഫ് വരയ്ക്കുന്നത്, ബിറ്റ്വീൻ വേർട്ടിസസ് ആൻഡ് എഡ്ജസ് ആണ്, അതായത് നോഡ്സ് ആൻഡ് സ്ട്രൈറ്റ് ലൈൻസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ആ ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ നമ്മളിവിടെ കളറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് ബൈ കളറിംഗ് ദ കളേഴ്സ്, ബൈ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ കളർ ചെയ്യുന്നത് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, an assignment of colors to the vertices, not for the edges, especially to the vertices. Remember that നമ്മൾ കളേഴ്സ് കൊടുക്കുന്നത് വേർട്ടിസസിനാണ്, സോ ദാറ്റ് നോ ടു അഡ്ജസൻറ്റ് വേർട്ടിസസ് ഗെറ്റ് ദ സെയിം കളർ. ദാറ്റ് ഈസ് കോൾഡ് എസ് പ്രോപ്പർ കളറിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു എക്സാമ്പിളാണ് എടുക്കുന്നത് എന്ന് കരുതിക്കോ. ഇപ്പോൾ ഞാൻ ഈ ഒരു വെർട്ടെക്സിന് ഒരു കളറ് നമ്മളിപ്പോൾ കൊടുക്കുവാണ്, ആസ് എഫ് റെഡ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നതെങ്കിൽ, വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് കളർ? അപ്പോൾ നമുക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസിന് സെയിം കളർ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് 2 and 3 ആണ്. അപ്പോൾ 2ന് ഞാൻ ഒരു കളർ കൊടുത്തു. ഇനി 2ന് 3 എന്ന ഒരു കളറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ബ്ലൂ എന്ന കളറാണ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സിന് റെഡ് കൊടുത്തു, സെക്കൻഡ് വേർട്ടെക്സിന് ബ്ലൂ കളർ കൊടുത്തു. ഇനി തേർഡ് കളർ എനിക്കിവിടെ റെഡ് ബ്ലൂ ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഈ വേർട്ടെക്സിന് എനിക്ക് ലെറ്റ് us take this to be A, B and C. അപ്പോൾ എക്ക് റെഡ് കൊടുത്തു, ബിക്ക് ബ്ലൂ കളർ കൊടുത്തു, സിക്ക് ബ്ലൂ കളർ കൊടുക്കാൻ പറ്റുമോ? നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ബി ആൻഡ് സി ആർ അഡ്ജസൻറ്റ്. ഇനി നമുക്ക് എക്കും സിക്ക് റെഡ് കളർ കൊടുക്കാൻ പറ്റുമോ? അതായത് റെഡ് ഇവിടെ കൊടുത്താൽ ശരിയാവുമോ? ഇല്ല, കാരണം എയും സിയും അഡ്ജസൻ്റ് ആണ്. ബ്ലൂ കൊടുക്കാൻ പറ്റില്ല, കാരണം ബി ആൻഡ് സി അഡ്ജസൻ്റ് ആണ്. അതുപോലെ സിക്ക് റെഡും കൊടുക്കാൻ പറ്റില്ല, കാരണം എയും സിയും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു സെലക്ട് സം അനദർ കളർ. അപ്പോൾ നമുക്ക് വേറെ കളർ ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ലെറ്റ് us take some another color to be green color. ഞാനിവിടെ ഗ്രീൻ കളർ എടുക്കുവാണ്. സോ ഞാനിവിടെ ഫസ്റ്റ് ഇതിൽ ഞാനിപ്പോൾ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇത് വളരെ സിമ്പിളായ ഒരു ഗ്രാഫാണ്. ഈ സിമ്പിൾ ഗ്രാഫിന് ഞാനിവിടെ എത്ര കളേഴ്സ് എനിക്ക് വേണ്ടി വന്നു? മിനിമം 3 കളേഴ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് പകരം എപ്പോഴും ഇങ്ങനെ കളർ ചെയ്ത് ഓരോരോ കളേഴ്സ് നമുക്ക് കളർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് വി ടേക്ക് ഫസ്റ്റ്, ലെറ്റ് മീ ഗിവ് 1 കളർ ഫോർ 1. നമ്പർ 1 മീൻസ് ഒരു കളർ, നമ്പർ 2 വേറൊരു കളർ, നമ്പർ 3 അനദർ ഡിഫറെൻറ്റ് കളർ. അങ്ങനെ നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ എ എന്ന വേർട്ടെക്സിന് കളർ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ബി എന്ന വേർട്ടെക്സിന് കളർ 1 കൊടുക്കാൻ പറ്റില്ല, കാരണം എ ആൻഡ് ബി ആർ അഡ്ജസൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ സെലക്ട് സം അനദർ കളർ
ടു ബി അനദർ കളർ. നമ്മളിപ്പോൾ വേറൊരു കളർ സെലക്ട് ചെയ്യുന്നു, അതിന് നമ്പർ 2 ഇട്ട് കൊടുക്കുവാണ്. ഇനി തേർഡ് കളർ, അതായത് സിക്ക് നമ്മൾ ബ്ലൂവും കൊടുക്കാൻ പറ്റില്ല, റെഡും കൊടുക്കാൻ പറ്റില്ല. കാരണം സി ഈസ് അഡ്ജസൻറ്റ് വിത്ത് ബി ആൻഡ് എ. ദാറ്റ് മീൻസ് ഐ ഹാവ് ടു സെലക്ട് അനദർ കളർ, ദ തേർഡ് കളർ. സോ for this graph, for this simple graph, how many colors are needed? 3 colors are needed. ഈ സിമ്പിൾ ഗ്രാഫിന് എനിക്ക് 3 കളേഴ്സ് ആണ് വേണ്ടി വരുന്നത്. സോ ഇവിടെ ഈ എല്ലാ സമയത്തും ഇതുപോലെ ആവണമെന്നില്ല, ബട്ട് സം ടൈംസ്. നൗ ഇതിപ്പോൾ അടുത്ത ഒരു ഗ്രാഫ്, ഇപ്പം ഈ ഗ്രാഫ് നോക്കിക്കേ, C4 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു കളർ ഇവിടെ ഞാൻ കൊടുക്കുവാണ്. അപ്പം ഞാൻ ഇവിടെ ഈ കളർ കൊടുത്തു. അപ്പോൾ 1 എന്ന കളർ ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലെറ്റ് us take 1 to be this color. ഓക്കെ, അപ്പോൾ 1 എന്ന കളർ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ബിക്കും സിക്കും ഈ കളർ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെയും കൊടുക്കാൻ പറ്റില്ല, സിയിലും കൊടുക്കാൻ പറ്റില്ല, ബിയിലും കൊടുക്കാൻ പറ്റില്ല. കാരണം B and C are adjacent with A. So I can't give that color. അപ്പോൾ എനിക്ക് ആ കളർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറൊരു കളർ സെലക്ട് ചെയ്യണം. ലെറ്റ് us take some another color. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം, ബ്ലൂ കളർ കൊടുക്കുവാണ്. ലെറ്റ് us take some another color. ഓക്കെ, ഇപ്പം ഞാനിവിടെ വേറൊരു കളർ ഇവിടെ എടുക്കുവാണ്. ഈ കളർ ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ഇതേ കളറ് ഇവിടെ കൊടുക്കാൻ പറ്റുമോ? ഡിയിൽ ഇല്ല, കാരണം അഡ്ജസൻ്റ് ആണ്, സിയും ഡിയും അഡ്ജസൻ്റ് ആണ്. ഈ യെല്ലോ കളർ എനിക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും? ഇവിടെ കൊടുക്കാൻ പറ്റുമോ നോക്കാം. ലെറ്റ് us try. ഇവിടെ ഡിയിൽ പറ്റില്ല, അപ്പോൾ ബിയിൽ പറ്റുമോ നോക്കാം. അവിടെയാണെങ്കിൽ യെസ്, ബിക്കോസ് ബി ആൻഡ് സി ആർ നോട്ട് അഡ്ജസൻറ്റ്. ആണോ? ബി ആൻഡ് സി അഡ്ജസൻ്റ് ആണോ? ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ബിക്കും സിക്കും ഒരേ കളർ കൊടുക്കാം. ഇനി അതേപോലെ തന്നെ എനിക്ക് ഇവിടെ ഡിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ബിയും ഡിയും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ശരി, വേറൊരു കളർ നോക്കുമ്പോൾ നമ്മളിവിടെ കൊടുത്ത ഈ ഓറഞ്ച് കളർ, അതായത് ഈ കളർ തന്നെ ഇവിടെ കൊടുക്കാൻ പറ്റുമോ? യെസ്, നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. കാരണം ഈ രണ്ട് വേർട്ടിസസ് എയും ഡിയും അഡ്ജസൻ്റ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ എത്ര കളേഴ്സ് വേണ്ടി വന്നു? ഈ ഗ്രാഫ് കളർ ചെയ്യാനായിട്ട് എനിക്ക് 2 കളേഴ്സേ വേണ്ടി വരുന്നുള്ളൂ. സോ വി നീഡ് 2 കളേഴ്സ്. ഇവിടെ 3 കളേഴ്സാണ് നമുക്ക് വേണ്ടി വന്നത്. ബട്ട് ഇൻ ദിസ് ഗ്രാഫ്, ഫസ്റ്റ് ഗ്രാഫ്, നമുക്ക് 2 കളേഴ്സാണ് വേണ്ടി വന്നത്. സോ നമ്മുടെ പ്രോപ്പർ കളറിങ് എന്ന് പറയുന്നത് എന്താണ്? ഏത് 2 വേർട്ടിസസ് എടുത്താലും അവർ അഡ്ജസൻ്റ് അല്ല എങ്കിൽ അവർക്ക് എന്താണ് സെയിം കളേഴ്സ് കൊടുക്കാം. അപ്പോൾ നോ 2 അഡ്ജസൻ്റ് വേർട്ടിസസ് ഗെറ്റ് ദ സെയിം കളേഴ്സ്. ഏത് 2 അഡ്ജസൻ്റ് വേർട്ടിസസ് ആണെങ്കിലും അവർക്ക് സെയിം കളറ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഈ ഒരു കണ്ടീഷൻ. ഇനി ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ, ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഇതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു കളർ കൊടുക്കാം. ലെറ്റ് us give here ഓറഞ്ച് കളർ. നമ്പർ 1ൽ ഒരു കളർ നമ്മൾ കൊടുക്കുന്നു, 1ൽ ഒരു കളർ കൊടുക്കുന്നു, ഫസ്റ്റ് വെർട്ടെക്സിൽ ഒരു കളർ കൊടുക്കുന്നു. അപ്പോൾ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് നോക്കുക. അപ്പോൾ ഇവിടെ ഈ കളർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, വേറൊരു കളറായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വേറൊരു കളർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഈ വെർട്ടെക്സിന് ഈ കളർ കൊടുക്കാൻ പറ്റുമോ? അതായത് നമ്മുടെ ഇഷ്ടത്തിന് ഒരു കൂടുതൽ കളേഴ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും മിനിമം കളേഴ്സ് വെച്ചിട്ട് വേണം ഈ ഗ്രാഫിനെ നമ്മൾ കളർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഗ്രാഫിന് എനിക്ക് ഈ കളർ ഓറഞ്ച് കളർ കൊടുക്കാൻ പറ്റില്ല. ക്യാൻ ഐ ഗിവ് ഗ്രീൻ കളർ? യെസ്, ബിക്കോസ് ഈ 2 വേർട്ടിസസും അഡ്ജസൻ്റ് അല്ല. ഇത് അഡ്ജസൻ്റ് അല്ലാത്തത് കൊണ്ട് എനിക്കിവിടെ ഈ കളർ കൊടുക്കാം. ഇനി ഈ 2 വേർട്ടിസസിന് നമ്മൾ ഈ കളർ കൊടുത്തു. ഇനി അടുത്തത് ഇവിടെ വരുമ്പോൾ ഈ 2 വേർട്ടെക്സും അഡ്ജസൻ്റ് ആണോ? അല്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ കളർ കൊടുത്തുകൂടാ? വി ക്യാൻ ഗിവ് ദാറ്റ് ഓറഞ്ച് കളർ ഹിയർ ഓൾസോ. കാരണം ഈ 2 വേർട്ടിസസും അഡ്ജസൻ്റ് അല്ല. അപ്പോൾ അഡ്ജസൻ്റ് അല്ലാത്ത വേർട്ടിസസിന് സെയിം കളേഴ്സ് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇവിടെ നമുക്ക് ഓറഞ്ച് കളർ, ഈ 2 വേർട്ടെക്സും അഡ്ജസൻ്റ് അല്ല. ഈ 1, അതായത് എ, ബി, സി, ഡി, ഇ. ഇപ്പോൾ എക്കും ഇക്കും ഓറഞ്ച് കളർ കൊടുക്കാം, ബിക്കോസ് ദേ ആർ നോട്ട് അഡ്ജസൻറ്റ്. ബട്ട് ഈ ഇവിടെ ഡിക്ക് തൊട്ടടുത്ത ഡിക്ക് നമ്മൾ ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത്? ഓറഞ്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിക്കുള്ള കളർ ഇവിടെ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഗ്രീനും കൊടുക്കാൻ പറ്റില്ല. ഈ വെർട്ടെക്സിന്, അതായത് ഈ എന്ന വെർട്ടെക്സിന് നമ്മൾ ഗ്രീനും കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ഓറഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ 2 കളേഴ്സും ഇതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ മിനിമം
ഇവിടെ രണ്ട് കളറേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ രണ്ട് കളേഴ്സും ഇവിടെ കൊടുക്കാൻ പറ്റില്ല എങ്കിൽ we have to select some another color. Which color we can give? We have to give some another color to be. See here, I have selected some another, the third color. So first Aക്കും Dക്കും color 1 ആണ് കൊടുത്തിരിക്കുന്നത്, Bക്കും Cക്കും color 2 ആണ് കൊടുത്തിരിക്കുന്നത്, അതുപോലെ Eക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് BC ഗ്രീനും, അതുപോലെ Eക്ക് നമ്മൾ വേറൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കളറിങ്ങിനെ നമുക്കിങ്ങനെ വിശേഷിപ്പിക്കാം. അതേസമയം നമ്മൾ ഗ്രാഫ് പരീക്ഷയ്ക്ക് എഴുതുമ്പോഴോ ഒന്നും നമുക്ക് ഇങ്ങനത്തെ കളറിങ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. Aക്കും Dക്കും കളർ 1, ബിക്കും സിക്കും കളർ 2. അപ്പോൾ നമുക്ക് ഇതൊരു കളറാണെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ കളർ 2 ആൻഡ് കളർ 1 ഇവിടെ കൊടുക്കാൻ പറ്റില്ല. സോ വി സെലക്ട് അനദർ കളർ ടു ബി 3. ഇനി നിങ്ങൾക്ക് ഇതൊരു കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നു. സോ what is the definition? An assignment of colors to the vertices of a graph so that no two adjacent vertices get the same color is called proper coloring of the graph. അപ്പോൾ ഇനി നമുക്ക് ഗ്രാഫ് കളറിങ്ങിലോട്ട് വരാം. അപ്പോൾ ഗ്രാഫ് കളറിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ അൺഡയറക്റ്റഡ് ഗ്രാഫിൽ ദാണ്ട് ഇവിടെ ഒരു വേർഡ് വരുന്നുണ്ട്, എ പ്രോപ്പർ കളറിങ് ഓഫ് ജി വിച്ച് അക്കേഴ്സ്. നമ്മളവിടെ ചെയ്യേണ്ടത് പ്രോപ്പർ കളറിങ് ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് മീൻസ് നോ ടു വേർട്ടിസസ് ഹാവ് സെയിം കളേഴ്സ് വിച്ച് നോ ടു അഡ്ജസൻറ്റ് വേർട്ടിസസ് ഹാവ് സെയിം കളേഴ്സ്. അപ്പോൾ രണ്ട് വേർട്ടെക്സ് നമ്മളിപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഈ വേർട്ടെക്സിന് നമുക്ക് കളർ 1 കൊടുത്താൽ ഇവിടെ കളർ 1 കൊടുക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു സെലക്ട് കളർ 2. ബട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ വെർട്ടെക്സ് 1ഉമായിട്ടും അഡ്ജസൻ്റ് അല്ല, 2ഉമായിട്ടും അഡ്ജസൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടെക്സിന് കളർ 1 ഓർ കളർ 2 ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? 2 കളേഴ്സ് വി ആർ യൂസിങ്. അങ്ങനെ നമ്മൾ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ആണ്. ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് നീഡഡ് ടു പ്രോപ്പർലി കളർ ദ ഗ്രാഫ് ഇസ് കോൾഡ് as the chromatic number. It is called as, അങ്ങനെ പറയുന്നതാണ് എന്താണ്? മിനിമം നമ്പർ ഓഫ് കളേഴ്സിനെ പറയുന്നതാണ് chromatic number, and also it is denoted by this symbol. ഈ സിമ്പലിൻ്റെ പേരാണ് chi of G. This is known as chi. അപ്പോൾ ഈ സിമ്പലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? chi of G. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഗ്രാഫിന് നമുക്ക് എത്ര കളേഴ്സ് വേണ്ടി വന്നു? 3 കളേഴ്സ് നമുക്ക് വേണ്ടി വന്നു. കളർ 1, കളർ 2, കളർ 3. അതുപോലെ ഇതിന് നമുക്ക് എത്ര കളേഴ്സ് വേണ്ടി വന്നു? ഓൺലി ഫോർ 2 കളേഴ്സ് ആണ് നമുക്കിവിടെ വേണ്ടി വന്നത്. കളർ 1, അതുപോലെ ഇവിടെ 2 കളേഴ്സിനും 2, ഇവിടെ കളർ 1. ഇത് ഈ ഗ്രാഫിന് 3 കളേഴ്സ് നമുക്ക് വേണ്ടി വന്നു. ദാറ്റ് മീൻസ് ദ ക്രോമാറ്റിക് നമ്പർ ഇസ് ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ്. ദാറ്റ് മീൻസ് chi of this C3 is equal to how many colors? 3 colors. Here chi of C4 is equal to 2 colors, minimum number of colors. ഇതിൽ എത്ര കളേഴ്സ് വേണ്ടി വന്നു? 3 colors. So chi of C5 is equal to 3 എന്ന കളറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷൻ നോക്കാം. സോ വേർട്ടെക്സ് കളറിങ് എന്താണെന്ന് നോക്കി, പ്രോപ്പർ കളറിങ് എന്താണെന്ന് നോക്കി, ഗ്രാഫ് കളറിങ് എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് കറക്റ്റ് ഡെഫിനിഷനായ വേർട്ടെക്സ് കളറിങ് എന്താണെന്ന് നോക്കാം. സോ വേർട്ടെക്സ് കളറിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലേബലിംഗ്. വേറെ ഒന്നുമല്ല, ഇത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഡെഫിനിഷനായിട്ട്, പ്രോപ്പർ ഡെഫിനിഷനായിട്ട് ഞാനിപ്പോൾ പറയുവാണ്. ഒരു വേർട്ടെക്സ് കളറിങ് എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സിൽ നമ്മൾ കളറിങ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് എ മാപ്പിംഗ് ഫ്രം ദ വേർട്ടിസ് to the coloring. That means the color set ആണ് ഈ C എന്ന് പറയുന്നത്. C denotes the color set. അപ്പോൾ അതിലെ കളർ സെറ്റിനെ നമ്മൾ C1, C2, C3 എന്ന് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1, 2, 3 etc. up to L എന്ന് എടുക്കുവാണ്. അപ്പോൾ the labels are called as the colors such that no two adjacent vertices get the same color and each vertex get at least one color. അപ്പോൾ നമ്മൾ എന്താണ് ഉറപ്പ് വരുത്തേണ്ടത്? ഏത് രണ്ട് vertices adjacent ആണെങ്കിലും അവർക്ക് സെയിം കളർ വരാൻ പാടില്ല. അതുമാത്രമല്ല ഈച്ച് വെർട്ടെക്സ് ഗെറ്റ്സ് 1 കളർ. ഓരോ വെർട്ടെക്സിനും മിനിമം ഒരു കളറെങ്കിലും അവിടെ വന്നിരിക്കണം. കളർ ചെയ്യാണ്ട് ഒരു വെർട്ടെക്സും വരാൻ പാടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഈ ഒരു ഗ്രാഫാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൽ ABCDEF എന്ന വേർട്ടെക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിന് G എന്ന് എടുക്കാം, ഇത് നമ്മൾ H എന്ന് എടുക്കുവാണേ. അപ്പോൾ നമുക്ക് പ്രോപ്പർ കളറിങ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കളറിങ് ഞാനിവിടെ കളർ
1 ആണ് കൊടുക്കുന്നത്. കളർ 1 കൊടുത്തു കഴിഞ്ഞാൽ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസിന് കളർ 1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ കൊടുക്കുന്ന കളേഴ്സ് രണ്ടും അറ്റ് ദ സെയിം ടൈം ഒരേപോലെ രണ്ടിനും ഞാൻ കളർ 2 കൊടുക്കുകയാണ്. കാരണം ബിയും സിയും അഡ്ജസൻ്റ് അല്ല. അടുത്തത് ഇനി അടുത്തത് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് നമുക്ക് ബിയിൽ നിന്ന് വീണ്ടും നമുക്ക് മിനിമം നമ്പർ ഓഫ് കളേഴ്സേ നമ്മൾ യൂസ് ചെയ്യാം. കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഇഷ്ടത്തിന് 5 വേർട്ടെക്സ് ഉണ്ട്, സോ 5 കളേഴ്സ് കൊടുക്കാം, അങ്ങനെയില്ല. ബട്ട് ദ കണ്ടീഷൻ ഇസ് മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ഹാസ് ടു ബി യൂസ്ഡ് ടു കളർ ദീസ് വേർട്ടിസസ്. അപ്പോൾ ദർ എക്സിസ്റ്റ് എ മാപ്പിംഗ് ഫ്രം ദ വേർട്ടെക്സ് ഓഫ് ജി ടു ദ കളർ സെറ്റ് സി സോ ദാറ്റ് നോ 2 adjacent vertices get the same colors and each vertex get 1 color എന്നുള്ള കണ്ടീഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം ഗ്രാഫ് കളർ ചെയ്യാൻ തുടങ്ങാൻ. അപ്പോൾ ഈ ഗ്രാഫിൽ ഇവിടെ എത്തുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 2 കൊടുത്തു. വീണ്ടും നമുക്കിവിടെ 1 കൊടുക്കാമോ? യെസ്, വി ക്യാൻ ഗിവ് ഹിയർ 1. കാരണം എന്താ? ഇത് ഈ എയും ഡിയും അഡ്ജസൻ്റ് ആണോ? ഇല്ല. ഇനി നമുക്ക് അടുത്ത വേർട്ടെക്സ് നോക്കാം. ഇനി ഈ സിയിൽ നിന്ന് താഴെ വരുമ്പോൾ ഇ വരുന്നുണ്ട്. ഇയും എയും അഡ്ജസൻ്റ് ആണോ? അല്ല. അപ്പം നമുക്ക് എയുടെ കളർ തന്നെ ഇവിടെയും കൊടുക്കാം, 1. കളർ 1 തന്നെ ഇവിടെ കൊടുക്കാം. ഇനി ഡിയും ഇയും അഡ്ജസൻ്റ് ആണോ? ഇല്ല. അപ്പോൾ നമുക്ക് അവർക്ക് രണ്ടുപേർക്കും കളർ 1 ധൈര്യമായിട്ടും കൊടുക്കാം. ഇനി അടുത്ത വേർട്ടെക്സ് എന്ന് പറയുന്നത് എഫ് ആണ്. എഫ് ഇതിൽ നമ്മൾ കളർ 2 ഇനി 1 എന്തായാലും ഇവിടെ കളർ 1 കൊടുക്കാൻ പറ്റില്ല. കാരണം എഫ് ഇസ് അഡ്ജസൻറ്റ് വിത്ത് കളർ 1 ആൻഡ് ഓൾസോ എഫ് ഇസ് അഡ്ജസൻറ്റ് വിത്ത് ഈ വേർട്ടെക്സ് വിച്ച് ഇസ് ഓൾസോ കളർ 1. അപ്പോൾ എഫ് അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന 2 വേർട്ടെക്സും കളർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വേർട്ടെക്സിന് കളർ 1 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കളർ 2 ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മളിപ്പോൾ 2 എടുത്തിട്ട് ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. കളർ 2 ഉള്ള വേർട്ടെക്സ് ഏതാണ്? ബി. ആൻഡ് അനദർ വേർട്ടെക്സ് സി. അത് രണ്ടുമായിട്ടും ഇത് അഡ്ജസൻ്റ് ആണോ? അല്ല. അപ്പം നമുക്ക് കളർ 2 കൊടുക്കാം. അപ്പം നമുക്കിവിടെ മിനിമം നമ്പർ ഓഫ് കളേഴ്സ്, എത്ര കളർ വേണ്ടി വന്നു ഈ ഗ്രാഫ് കളർ ചെയ്യാനായിട്ട്? നമുക്കിവിടെ 3 കളേഴ്സ് ആണ് വേണ്ടി 2 കളേഴ്സ്. ദാറ്റ് മീൻസ് ദ ക്രോമാറ്റിക് നമ്പർ chi of G is equal to how many colors we need to color this graph? It is equal to 2 colors. So this is equal to 2. ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫ് H എന്ന ഗ്രാഫ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം: എ, ബി, സി, ഡി, ഇ, എഫ്, ജി. ഇതിൽ നമുക്ക് എത്ര കളേഴ്സ് വേണ്ടി വരും എന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വെർട്ടെക്സ് നമ്മളിവിടെ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്ക് കളർ 1 കൊടുത്താൽ ബിക്ക് അത് കാരണം എയും ബിയും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വേർട്ടിസസിനും സെയിം കളർ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 കളർ കൊടുത്തു. ബട്ട് ഇവിടെ എനിക്ക് 2 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ബിയും സിയും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ എനിക്കിവിടെ 2 എന്ന കളർ കൊടുക്കാൻ പറ്റില്ല. സോ ഐ ഹാവ് ടു സെലക്ട് സം അനദർ കളർ ടു ബി 3. കാരണം ബിയും സിയും അഡ്ജസൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു C3 എന്ന ഗ്രാഫിന് 3 കളേഴ്സ് വേണ്ടി വന്നു. ഇനി നമുക്ക് അടുത്ത വേർട്ടെക്സ് എടുക്കാം. ഇവിടെ 2 കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് 1 കൊടുക്കാം, അല്ലെങ്കിൽ 3 കൊടുക്കാം. ഈ വെർട്ടെക്സിന് ഐദർ 1 or 3 നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ 3ൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സ് ആണെങ്കിൽ ഇതിൽ നമുക്ക് എന്താണ് 1 ഇട്ട് കൊടുക്കാം. കാരണം ഈ വെർട്ടെക്സും അഡ്ജസൻ്റ് അല്ല. ഇനി അടുത്ത വേർട്ടെക്സ് നോക്കുമ്പോൾ 1ഉമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഈ വെർട്ടെക്സ്, അതായത് ഇതിന് വേണമെങ്കിൽ 3 ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏതാണ് ഓർ 2 ഇടാം. നമുക്കിവിടെ 2 ആണ് ഇടുന്നതെങ്കിൽ, ഇവിടെ 3 ആണ് ഇടുന്നതെങ്കിൽ ഇവിടെ 2 ഇടുന്നുണ്ട്. കാരണം ഇവിടെ 1 ആണ് വരുന്നത്. കാരണം ഈ 2 വെർട്ടെക്സ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ 3 ആണ് വരുന്നതെങ്കിൽ ഇവിടെയും 3 ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്കിടാം. ഇവിടെ വേണമെങ്കിൽ 3 ഇടാം. 3 ഇട്ടാൽ ഇവിടെയും 3, ഇവിടെ 2. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് പ്രശ്നം വരുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എന്തായിരുന്നാലും ശരി, ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് നമുക്കിവിടെ വേണ്ടി വരുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കളേഴ്സ് ടു ബി നീഡഡ്. എനിവേ മിനിമം നമുക്ക് 3 വേണം. 2ൽ ഒതുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. പക്ഷേ 2ൽ പറ്റില്ല. കാരണം ഇവിടെ ക്ലോസ്ഡ് ട്രയാങ്കിൾ വരുന്നത് കാരണം അവിടെ എന്തായാലും 3 കളേഴ്സ് വേണം. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം 2 കളേഴ്സ് മതി. ബട്ട് ഇവിടെ മാത്രം, ഈ റീജിയനകത്ത് മാത്രം 3 കളേഴ്സ് വേണം. ബാക്കി എല്ലായിടത്തും 2 കളേഴ്സ് തന്നെ ധാരാളമാണ്. വി ഷാൽ കളർ ഓൾ ദീസ് വിത്ത് 2 കളേഴ്സ്. നമുക്ക് 2 കളർ വെച്ച് തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് കളർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എനിവേ ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് ഇസ് ഈക്വൽ ടു ദ ക്രോമാറ്റിക് നമ്പർ ഇസ് ഈക്വൽ ടു 3 ആണ്.
The next graph is a K coloring of a graph consists of K different colors and then G is called K colorable. അപ്പോൾ നമ്മളിപ്പോൾ കളറിങ്ങിൽ മിനിമം എത്ര കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതോ ആ ഗ്രാഫിനെ നമ്മൾ പറയുന്നത് K colorable. K coloring of a graph consists of K different colors. നമ്മളൊരു ഗ്രാഫിൽ എത്ര കളറിങ് കൊടുക്കുന്നുണ്ടോ then that graph is K colorable. ഇപ്പോൾ ഈ ഗ്രാഫിന് തന്നെ നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. How many colors are needed? We need 2 colors to color this graph. That means G is 2 colorable. ഈ ഗ്രാഫിന് നമുക്ക് എത്ര കളേഴ്സ് വേണ്ടി വന്നു? ഈ ഗ്രാഫിന് നമ്മളിപ്പോൾ നോക്കിയതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ 1 2 3 ഇതെന്തായാലും 1 2 3 തന്നെയാണ്. ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ 3 ആണ് വരുന്നതെങ്കിൽ ഇവിടെ 1 ഇട്ട് കൊടുക്കാം, ഇവിടെ 2 ഇടാം, നോ പ്രോബ്ലം. ഇവിടെ 2 അപ്പോൾ എവിടെയും 2 ഇടാം, ഇവിടെ 3 ഇവിടെയും 3 ഇടാം, ഇവിടെ 1 ഇടാം അല്ലെങ്കിൽ 3 ഇടാം, നോ പ്രോബ്ലം. You can give ഇവിടെ 1 or 3, we can give like this. So that means this graph, the chromatic number of this graph is equal to 2 and the chromatic number for this graph H is equal to 3. That means G is 2 colorable and H is 3 colorable graph. നെക്സ്റ്റ് വൺ. അപ്പോൾ കളറബിൾ എന്നുള്ള കാര്യം മനസ്സിലായാലും മിനിമം നമ്പർ ഓഫ് കളേഴ്സ് നമുക്ക് എത്രയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ദാറ്റ് ഈസ് കോൾഡ് എസ് ദ 2 കളറബിൾ ഓർ 3 കളറബിൾ. അപ്പോൾ K കളറബിൾ ആയിരിക്കും ഇൻ ജനറൽ. ഇനി നമുക്ക് അടുത്തതൊരു ഡെഫിനേഷൻ നോക്കാം. ഇപ്പോൾ ഒരു കളറിംഗ് ഗ്രാഫ് നമ്മൾ എടുക്കുവാണ്. ഈ K കളർ ഓഫ് എ ഗ്രാഫ് നമ്മൾ കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോരോ കളറിംഗ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ കളേഴ്സിൻ്റെ പർട്ടിക്കുലർ കളേഴ്സ് വരുന്ന ആ വെർട്ടെക്സിനെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണ്. That means a K coloring of a graph G that is partitions the vertex, splits the vertex set into 2 independent sets. അപ്പോൾ നമ്മൾ കളറിംഗ് ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഗ്രാഫിൽ തന്നെ നമ്മളിപ്പോൾ കളറിംഗ് ചെയ്തതിന് ശേഷം ഈ വെർട്ടെക്സ് അതായത് 1 കളറിംഗ് വരുന്ന വെർട്ടെക്സിനെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ലെറ്റ് us take like this A B C D E F. So now let me partition the graph as one color വരുന്ന ഗ്രാഫ് ഏതൊക്കെയാണ്, വെർട്ടെക്സ് ഏതൊക്കെയാണ്? ലെറ്റ് us take to be V1 equal to 1 വരുന്നത് ഏതൊക്കെയാണ്? A D E and V2 is equal to B C and F. ഞാനിങ്ങനെ 2 വേർട്ടെക്സ് കളറിങ് വരുന്ന ഗ്രാഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? V1 V2 V3. ഞാനിവിടെ എനിക്ക് ഈ ഗ്രാഫിൽ 2 കളറിങ്ങേ ഉള്ളത് കാരണം V1 V2 മാത്രമേ ഒന്നുള്ളൂ, ക്യാപിറ്റൽ V1 V2. അപ്പോൾ ഇത് രണ്ടിനെ യൂണിയൻ ചെയ്താൽ അതായത് V1 യൂണിയൻ V2 ഈക്വൽ ടു എന്താണ്? A B C D E F. അതായത് ഇതെന്താണ്? ദ ഒറിജിനൽ വേർട്ടെക്സ് സെറ്റ് ആയിരിക്കണം. അതുപോലെ V1 ഇൻ്റർസെക്ഷൻ V2 നമുക്ക് നോക്കാം. ഇസ് ദർ എനി കോമൺ വേർട്ടിസസ് ഇൻ ദീസ് 2 സെറ്റ്സ്? ഇല്ല, വേർട്ടെക്സ് കോമൺ ആയിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ എം ടി സെറ്റാണ്. ഇതായിരിക്കണം കണ്ടീഷൻ. അപ്പോൾ K കളറിങ് ചെയ്തതിന് ശേഷം ഓരോ കളേഴ്സിനനുസരിച്ച് ആ വെർട്ടെക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ വേർട്ടെക്സ് സെറ്റിനെ നമ്മൾ പാർട്ടിഷൻ ചെയ്തിട്ട് V1 V2 V3 എന്ന് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കാൽക്കുലേഷൻ അതായത് പാർട്ടിഷൻ ചെയ്യുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. V1 യൂണിയൻ V2 എന്ന് പറഞ്ഞ് നമ്മൾ എടുത്താൽ അത് വേർട്ടെക്സ് സെറ്റ് V ആയിരിക്കണം. അതുപോലെ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ എം ടി സെറ്റും ആയിരിക്കണം. നൗ ഇനി അങ്ങനെ വരുന്ന ആ ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് അപ്പോൾ നമുക്കിവിടെ V1 V2 എല്ലാം എന്താണ്? ഇപ്പം ഞാനിവിടെ 2 എക്സാമ്പിളേ എടുത്തിട്ടുള്ളൂ, ഞാൻ അത് വെച്ച് തന്നെ പറയാം. V1 V2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് എസ് ദ കളർ ക്ലാസ്സസ്. ഇതെന്താണ്? ദ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് V1 V2 എക്സെട്ര VK ആർ കോൾഡ് എസ് ദ കളർ ക്ലാസ്സസ് ആൻഡ് ദ ഫംഗ്ഷൻ V ഓഫ് G to 1 2 etc up to K. 1 2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ കളറിങ് ടു ദ കളറിംഗ് സെറ്റിലോട്ട് പോവുകയാണ്. V1 V2 വെർട്ടെക്സിനെ നമ്മൾ കളറിങ്ങിലോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓരോ വെർട്ടെക്സിനും F ഓഫ് V ഇസ് ഈക്വൽ ടു I എന്ന കളറിങ് നമ്മൾ 1 2 3 4 അപ്പോൾ 1 to K വരെയുള്ള കളറിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഫംഗ്ഷൻ ഇസ് കോൾഡ് എസ് ദ കളറിംഗ് ഫംഗ്ഷൻ ആൻഡ് ദിസ് V1 V2 ഇസ് കോൾഡ് എസ് കളർ ക്ലാസ്സസ്. ഈ
രണ്ട് ഡെഫിനിഷനും മറക്കാതെ വെച്ചിരിക്കുക. ഒരു കളറിംഗ് ഗ്രാഫ് എടുത്തതിന് ശേഷം കളറിംഗ് ചെയ്തതിന് ശേഷം അതായത് അക്കോർഡിംഗ് ടു ദ കളേഴ്സ്, ബേസ്ഡ് ഓൺ ദ കളേഴ്സ് വി സ്പ്ലിറ്റ് ദ വെർട്ടെക്സ് സെറ്റ് ഇൻടു ദ പാർട്ടിഷൻസ് ഇൻടു വെർട്ടെക്സ് സെറ്റ് V1 V2 എക്സെട്ര VK. എത്ര കളേഴ്സ് ഉണ്ടോ അത്രയും പാർട്ടിഷൻ നമ്മൾ വെർട്ടെക്സിന് ചെയ്യുന്നു. ചെയ്തതിന് ശേഷം നമ്മൾ നോക്കണം വെർട്ടെക്സ് സെറ്റിൻ്റെ യൂണിയൻ എടുത്താൽ V1 V2 V3യുടെ യൂണിയൻ ഒക്കെ എടുക്കുമ്പോൾ V ആണോ വരുന്നത്, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ empty സെറ്റ് ആണോ വരുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ആ വെർട്ടെക്സിനെല്ലാം നമ്മൾ പറയുന്നത് കളർ ക്ലാസ്സസ് എന്നും അതിൽ വരുന്ന ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് കളർ ഫംഗ്ഷൻ എന്നായിരിക്കും. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻ. സി ഹിയർ ഇൻ ദിസ് ഗ്രാഫ് നമുക്കിപ്പോൾ ഞാൻ ഓരോ സൈസിലായിട്ട് നേരത്തെ എടുത്ത കളറിംഗ് അല്ല ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 1 കൊടുത്തു, അപ്പോൾ അടുത്തത് വീണ്ടും 2 3, അപ്പോൾ ഇത് ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരു കളറാണ്. ഇനി നമുക്ക് ഇവിടെ റെഡ് കളർ വയ്ക്കാം, ദെൻ ഇവിടെ റെഡ് കളർ വയ്ക്കാം, ദെൻ ഇവിടെ നമുക്ക് ഗ്രീൻ കളർ, ഇവിടെ നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 3 കളേഴ്സ് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ V ഈക്വൽ ടു ബേസ്ഡ് ഓൺ ദ കളർ 1. സോ 1 കളർ അനുസരിച്ച് 1ൻ്റെ കളർ അനുസരിച്ചിട്ട് വരുന്ന വെർട്ടെക്സ് ഏതൊക്കെയാണ്? E ആൻഡ് B ആണ് നമുക്ക് വരുന്നത്. അതുപോലെ V2ൽ വരുന്നത് ഏതൊക്കെയാണ്? A F ആണ് വരുന്നത്. V2ൽ 2 കളേഴ്സ് വരുന്നത് AF. അപ്പോൾ ഇത് 1 കളർ, ഇത് 1 എന്ന കളറാണ്. ഇനി അടുത്തത് സെക്കൻഡ് 1 2 എന്ന കളറാണ്. ഇനി തേർഡ് 1 3 കളറാണ്. അപ്പോൾ V3 എന്ന സെറ്റായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 3 വരുന്ന കളർ ഏതൊക്കെയാണ്? V3 എന്ന സെറ്റിൽ 3 വരുന്നത് ഏതൊക്കെയാണ്? C D G വരുന്നുണ്ട്. V1 ഇൻ്റർസെക്ഷൻ V2 ഈക്വൽ ടു empty സെറ്റാണോ? V2 ഇൻ്റർസെക്ഷൻ V3 ഇറ്റ് ഇസ് empty. V1 ഇൻ്റർസെക്ഷൻ V3 അതും empty. അതുപോലെ V1 യൂണിയൻ V2 യൂണിയൻ V3 ദാറ്റ് ഇസ് ഈക്വൽ ടു ABCDEF എന്ന് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഒറിജിനൽ വെർട്ടെക്സ് സെറ്റ് ആണ്. സോ ദിസ് ഈസ് കോൾഡ് as this V1 V2 V3 is called as the color classes. This is called as the color classes and F of B equal to നമ്മളിവിടെ കളറിങ് ഏതൊക്കെയാണ്? 1 കളർ വരുന്നത് F of B, F of E 1 കളർ, 2 കളർ വരുന്നത് F of A, F of F വരുന്നുണ്ട്, പിന്നെ F of C D G ഇത് മൂന്നും 3 കളറാണ് വരുന്നത്. These are called as the color functions. So remember these are called as the color functions. Now നമ്മുടെ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ദ മിനിമം നമ്പർ ഓഫ് കളേഴ്സ് നീഡഡ് ടു കളർ ദ വെർട്ടെക്സ് ഓഫ് എ ഗ്രാഫ് സച്ച് ദാറ്റ് നോ 2 അഡ്ജസൻറ്റ് വെർട്ടിസസ് ഗെറ്റ് ദ സെയിം കളർ. അപ്പോൾ നമ്മളിവിടെ കൈ ഓഫ് G ഈക്വൽ ടു K എന്ന് നമ്മളിവിടെ പറയാറുണ്ട്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ ഗ്രാഫ്, അതായത് ഈ ഒരു ഗ്രാഫ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ എത്ര കളേഴ്സ് വേണ്ടി വരുന്നു? ഫസ്റ്റ് വെർട്ടെക്സിന് 1 കളർ, ഇതിന് 2 കളേഴ്സ്. അപ്പോൾ ഈ രണ്ട് വെർട്ടെക്സും അഡ്ജസൻ്റ് ആയത് കാരണം ഇവിടെ 2 ഇടാൻ പറ്റില്ല. ബട്ട് ദിസ് 2 ഇത് ഈ ഒരു എഡ്ജ് ഉള്ളത് കാരണം നമുക്ക് എന്താണ് ഇവിടെ 3 കളേഴ്സ് വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ ഇത് C3 എന്ന ഗ്രാഫാണ്. മിനിമം നമ്പർ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് 3 കളേഴ്സ് നമുക്കിവിടെ വേണ്ടി വന്നു. ഇനി നമുക്ക് ഈ ഒരു ഗ്രാഫ് എടുക്കാം. ഈ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ ഇതിൽ എത്ര കളേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇതിൽ കളർ 1 കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് വേർട്ടെക്സിന് ഇതിന് കളർ 2 കൊടുക്കാം. അതുപോലെ ഇതിനും കളർ 2 കൊടുക്കാം, കാരണം ഇത് രണ്ടും അഡ്ജസൻ്റ് അല്ല. അപ്പോൾ ഇനി ഈ വെർട്ടെക്സിന് കളർ 2 കൊടുക്കാൻ പറ്റില്ല, ബട്ട് കളർ 1 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കൈ ഓഫ് C4 ഇസ് ഈക്വൽ ടു 2 ആണ്. ഇനി അടുത്തത് ഈ ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ കൊടുത്ത കളേഴ്സ് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക. ഇതിൽ 1 കൊടുത്തു, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ രണ്ടിലും 2 കൊടുത്തു, കാരണം ഇത് രണ്ടും അഡ്ജസൻ്റ് അല്ലല്ലോ. ഇനി ഇവിടെ 1 കൊടുക്കാമോ? കൊടുക്കാമല്ലോ, കാരണം ഇത് 1 അഡ്ജസൻ്റ് അല്ല. അതുപോലെ ഈ വെർട്ടെക്സിന് ഇവിടെ 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ 2 കൊടുക്കാൻ പറ്റില്ല. ടേക്ക് സം അനദർ കളർ 3. സോ ദെയർഫോർ കൈ ഓഫ് C5 ഇസ് ഈക്വൽ ടു 3 കളേഴ്സ്. ഇനി ഈ ഒരു ഗ്രാഫ് എടുക്കാം. ഈ ഗ്രാഫിൽ
അതായത് ഇതിൽ നമുക്ക് എത്ര കളേഴ്സ് വേണ്ടി വരും നോക്കിക്കേ. ഈ ഗ്രാഫ് C6 ആണ്. അപ്പോൾ ഇതിൽ ഒരു കളർ കൊടുത്താൽ, കളർ 1 കൊടുത്താൽ ഇതിലേത് കളർ കൊടുക്കണം? കളർ 2 കൊടുക്കാം. ഇതിലും കളർ 2 കൊടുക്കാം, കാരണം കളർ 2 വരുന്ന രണ്ട് വെർട്ടെക്സും അഡ്ജസൻ്റ് അല്ല. ഇനി ഈ വെർട്ടെക്സ് എടുക്കുക. ഈ വെർട്ടെക്സ് എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് കളർ 1 കൊടുക്കാൻ പറ്റുമോ? യെസ്, കളർ 1 കൊടുക്കാം, കാരണം കളർ 1ഉമായിട്ട് അഡ്ജസൻ്റ് അല്ലാത്ത ഒരു വെർട്ടെക്സ് ആണ്. ഇനി ഇവിടെ കളർ 2 കൊടുക്കാം, കാരണം കളർ 2 വരുന്ന മറ്റ് രണ്ട് വെർട്ടെക്സുമായിട്ട് ഈ വെർട്ടെക്സ് അഡ്ജസൻ്റ് ആണോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഗ്രാഫ് C6ന് നമ്മുടെ കളറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് ജനറലൈസ് ചെയ്തേ. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നോക്കിക്കേ, C3ക്കും C5നും 3 ആണ് വരുന്നത്. C4നും C2നും കളർ 2 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ഗ്രാഫിൽ ഈ കൈ ഓഫ് C2, C3, C5 എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലേ? ഓഡ് നമ്പേഴ്സും C4 എന്ന് പറയുന്നതും C6 എന്ന് പറയുന്നതും ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുന്നത് C4 എന്ന് പറയുന്നത് കൈ ഓഫ് C4 ഇസ് ഈക്വൽ ടു, C4നും എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ ഓഡ് നമ്പർ ഈ ആണെങ്കിൽ നമുക്ക് 3 ആണ് വരുന്നത്. കൈ ഓഫ് C3 ഇസ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് സൈക്കിൾ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്, ഇത് ഏത് ക്രോമാറ്റിക് ആണ്? ദിസ് ഇസ് 3 chromatic. Similarly, this is 2 chromatic. This one is also 3 chromatic, and this is 2 chromatic. So C4, C6 is 2 chromatic. C4 is 2 chromatic. C6 is also 2 chromatic. C3, C5 is 3 chromatic. Minimum 3 numbers are needed to be colored. Appa chi of G is equal to K. Chi of G equal to K anengil, then we say that G is said to be K chromatic. Chi of G is equal to K anengil, we say that G is said to be K chromatic graph എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. അതായത് എ ഗ്രാഫ് ജി ഈസ് എൻകളറബിൾ. എൻകളറബിൾ എന്ന് പറയണമെങ്കിൽ മിനിമം ആ ഗ്രാഫിൽ എത്ര വേർട്ടിസസ് ആയിരിക്കും ഉണ്ടാവുക? എൻ വേർട്ടിസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഗ്രാഫിന് മിനിമം എന്നിനേക്കാളും താഴെ, എന്നോ എന്നിൽ താഴെയോ ആയിരിക്കും കളറിങ് വരുന്നത്. അതിൽ കൂടുതൽ നമ്പർ ഓഫ് വേർട്ടിസസിൽ കൂടുതൽ കളറിങ് വരുമോ? ഇല്ല. എത്ര വേർട്ടിസസ് ഉണ്ടോ അത്രയും കളറിങ് അല്ലേ നമ്മൾ കൊടുക്കാറുള്ളത്. സോ ദെയർഫോർ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൈ ഓഫ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ to n, where n denotes the number of vertices. ഇനി നമ്മുടെ ഗ്രാഫിൽ ഐസൊലേറ്റഡ് വേർട്ടിസസ് ആണ് വരുന്നതെങ്കിൽ, സപ്പോസ് ഇങ്ങനെയാണ് വരുന്നത്, ഐസൊലേറ്റഡ് വേർട്ടിസസ് മാത്രം, വെർട്ടെക്സ് എഡ്ജസ് ഇല്ല, വെർട്ടെക്സ് മാത്രമാണ് വരുന്നതെങ്കിൽ നമുക്ക് എത്ര കളേഴ്സ് ആയിരിക്കും വേണ്ടി വരിക? ഇതിന് കളർ 1 കൊടുക്കാം, ഇതിന് കളർ 2, കളർ 3 കൊടുക്കണമെന്നുണ്ടോ? ഇല്ല. ബിക്കോസ് ദീസ് 2 vertices are not adjacent with any of the vertices. So therefore there is no need of 2 colors. We need only 1 color. ഇതിനും കളർ 1, ഇതിനും കളർ 1 ആയിരിക്കാം നമുക്ക് വേണ്ടത്. അപ്പോൾ ഐസൊലേറ്റഡ് വേർട്ടെക്സ് ആണെങ്കിൽ അത് ഏത് ക്രോമാറ്റിക് ആണ്? 1 chromatic, since G has no edges. ഇനി chi of G is less than or equal to number of vertices. അത് തന്നെയാണ് it is equal to n. ഇങ്ങനെയും പറയാം, number of vertices, where V denotes the number of vertices. Cardinality of V denotes the number of vertices. ഇനി every K chromatic graph has at least K vertices. K chromatic graphന് at least എത്ര ഗ്രാഫ് ആയിരിക്കും വരുന്നത്? K chromatic എന്ന് പറയുമ്പോൾ chi of G is equal to K എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ the graph will contain G has at least at the least എത്ര vertices ആയിരിക്കും? K vertices ആയിരിക്കും ഉണ്ടാവുക. That means degree of this vertex V will be greater than or equal to K minus 1. K ആണ് വരുന്നതെങ്കിൽ ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ് വിൽ ബി K minus 1. ഇതെന്താണ് എന്നുള്ളത്, ഈ ഒരു പോയിന്റ് എന്താണെന്നുള്ളത് അടുത്തത് ഞാൻ പറയാം. ഇഫ് G ഈസ് എ ഗ്രാഫ്, അത് ഒരു ട്രീ ആണെങ്കിൽ, സപ്പോസ് ഒരു ട്രീ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, വെൻ യു കൺസിഡർ എ ട്രീ ലൈക്ക് ദിസ്, വെൻ യു കൺസിഡർ എ ട്രീ
Then how will you color this graph? If you consider a tree with at least one edge, then G contain is too chromatic എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫസ്റ്റ് വെർട്ടെക്സ് കളർ 1 കൊടുക്കാം, സെക്കൻഡ് വെർട്ടെക്സിന് കളർ 2 കൊടുക്കാം അല്ലേ, കാരണം ഇതുമായിട്ട് അഡ്ജസൻ്റ് ആണ്. അടുത്ത രണ്ട് വെർട്ടെക്സ് 1 അഡ്ജസൻ്റ് ആണോ? അല്ല. അപ്പോൾ അതിനും കളർ 1 കൊടുക്കാം. നൗ നെക്സ്റ്റ് വൺ വി ക്യാൻ ഗിവ് കളർ 2. അപ്പോൾ ഒരു ട്രീ ആണെങ്കിൽ മിനിമം എത്ര കളേഴ്സ് ആയിരിക്കും നമുക്ക് വേണ്ടത്? കൈ ഓഫ് ജി വിൽ ബി 2. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ടു ക്രോമാറ്റിക് എന്നുള്ള കണ്ടീഷനാണ്. ഇനി ഒരു ട്രീക്ക് നമുക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ഈ ട്രീ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 എഡ്ജ് ആണെങ്കിൽ ആ ട്രീയിൽ നമുക്ക് 2 കളേഴ്സ് മാത്രം മതി നമുക്ക് കളർ ചെയ്യാനായിട്ട്. ഇനി കംപ്ലീറ്റ് ഗ്രാഫാണ് നമ്മൾ എടുക്കുന്നത്. Kn is equal to n, where Kn is a complete graph എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് K4 എന്ന കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കാം. ഈ കംപ്ലീറ്റ് ഗ്രാഫ് എടുക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു വെർട്ടെക്സിന് ഒരു കളർ നമ്മൾ കൊടുക്കുന്നു, 1 എന്ന കളർ കൊടുക്കുന്നു. അതിനുശേഷം അടുത്ത രണ്ട് വെർട്ടെക്സിനും കളർ 2 കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. സപ്പോസ് ഈ വെർട്ടെക്സിന് കളർ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ വെർട്ടെക്സിന് 2 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് 1 is adjacent with this vertex, അതുപോലെ 2 കളറും adjacent ആണ്. അപ്പോൾ ഇവിടെ 3, അപ്പോൾ ഈ ഗ്രാഫിന് നമുക്ക് അടുത്ത് ഒരു പുതിയ കളറായിരിക്കണം കൊടുക്കേണ്ടത് 3. ഇനി ഈ ഒരു വെർട്ടെക്സ് എടുക്കുമ്പോൾ ഈ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് 1 അഡ്ജസൻ്റ് ആണ്, 1 കളറുമായിട്ടുള്ള വെർട്ടെക്സുമായിട്ട് അഡ്ജസൻ്റ് ആണ്. അതായത് എ ബി സി ഡി എന്നെടുക്കാം. ഡി ഇസ് അഡ്ജസൻറ്റ് വിത്ത് സി എ ബി. അങ്ങനെയാണെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള 1 2 3 എന്ന കളേഴ്സ് ബാക്കിയുള്ള അഡ്ജസൻ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 കൊടുക്കാൻ പറ്റില്ല. വി സെലക്ട് ദ 4th കളർ. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നുണ്ട്? കംപ്ലീറ്റ് ഗ്രാഫ് എത്ര വേർട്ടെക്സിനാണോ വരുന്നത് അത്രയും വേർട്ടെക്സിൻ്റെ കളർ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഇത് ഈ ഗ്രാഫ് നോക്കിയേ, K5 എടുക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് 1 കൊടുത്തു, അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സിന് 2 ഇവിടെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അങ്ങോട്ട് നോക്കുമ്പോൾ 3 വെർട്ടെക്സ്, അതായത് എ ബി സി ഡി ഇ എന്നെടുക്കാം. എ ബിയുമായിട്ട് അഡ്ജസൻ്റ് ആണ്, സിയുമായിട്ട് അഡ്ജസൻ്റ് ആണ്. സിക്ക് 2 കൊടുക്കാൻ പറ്റില്ല, കാരണം സി ഈസ് അഡ്ജസൻറ്റ് വിത്ത് ബി ആണ്, അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഏതാണ് എടുക്കാൻ പറ്റുന്നത്? അപ്പോൾ ഡിഫറെൻറ്റ് 3 കളർ കൊടുത്തു. ഇനി D4 എടുക്കുമ്പോൾ ഡി എടുക്കുമ്പോൾ എയുമായിട്ട് അഡ്ജസൻ്റ് ആണ്, ബിയുമായിട്ട് അഡ്ജസൻ്റ് ആണ്, സിയുമായിട്ട് അഡ്ജസൻ്റ് ആണ്. സോ വി സെലക്ട് അനദർ കളർ 4. Now when we select E, it is adjacent with D, B, A, C. Therefore, we select another new color 5. So therefore, the chromatic number is equal to 5. So ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ക്രോമാറ്റിക് നമ്പർ ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് 4 ക്രോമാറ്റിക് ഗ്രാഫാണ്. ഇത് 4 ക്രോമാറ്റിക്, അത് 5 ക്രോമാറ്റിക്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫിന് n തന്നെയാണ്, എത്ര നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് കളേഴ്സ് നമുക്ക് വേണം എങ്കിലാണ്. അപ്പോൾ അതേസമയം Kn ബാർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഗ്രാഫ്. അപ്പോൾ ഇത് K4 ആണെങ്കിൽ K4 ബാർ എടുത്ത് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ K4 കോംപ്ലിമെൻറ്റ് ഓഫ് ദിസ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഈ വെർട്ടെക്സുമായിട്ട് അഡ്ജസൻ്റ് അല്ലാത്ത എഡ്ജസ്. ഇപ്പോൾ ഫസ്റ്റ് വെർട്ടെക്സ് ഈ ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സും എല്ലാ എഡ്ജസുമായിട്ട് എല്ലാ വെർട്ടെക്സും അഡ്ജസൻ്റ് ആണ്. എല്ലാ വെർട്ടിസസും അഡ്ജസൻ്റ് ആയത് കാരണം K4 ഗ്രാഫ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നൾ ഗ്രാഫ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഈ ഗ്രാഫിന് എത്ര കളർ നമുക്ക് വേണ്ടി വരും? ഓൺലി 1 കളർ, കാരണം നമുക്ക് ഒരു കളർ മതി എല്ലാത്തിനും കളർ ചെയ്യാനായിട്ട്. വി നീഡ് ഓൺലി 1 കളർ. സിമിലർലി K5നും അതുപോലെ തന്നെ. അപ്പോൾ അതാണ് Kn-ന് n കളർ വേണമെങ്കിൽ Kn കോംപ്ലിമെൻറ്റിന് ഒരു കളർ മാത്രം മതി. ഇനി ഒരു സബ് ഗ്രാഫ് നമ്മൾ ഇതിൽ നിന്ന് കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഗ്രാഫിൽ നിന്ന് ഒരു സബ് ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ കളറിനേക്കാളും ആയിരിക്കും കുറവായിരിക്കും ആ സബ് ഗ്രാഫിൻ്റെ കളറും. ഒറിജിനൽ ഗ്രാഫിന് എത്ര കളേഴ്സ് വേണ്ടി വരുന്നോ അത്രയും കളേഴ്സിനേക്കാളും കുറവായിരിക്കും സബ് ഗ്രാഫിന്, കുറവോ അതിൽ ഈക്വലോ ആയിരിക്കും. സോ H is a subgraph of G, then we consider chi of G, the chromatic number of H is less than or equal to the chromatic number of G. അങ്ങനെ നമ്മുടെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എവറി K chromatic graph has at least K vertices such that the degree of V is greater than or equal to K minus 1. അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ നമ്മൾ K chromatic എന്ന് പറയുമ്പോൾ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഗ്രാഫിന് നമുക്ക് എത്ര കളേഴ്സ് വേണ്ടി വരുന്നുണ്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു chi of G is equal to 4 ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി ഓഫ് എ
degree of A is equal to 3, degree of B equal to 3, degree of C equal to 3 and degree of D is equal to 3 വരുന്നുണ്ട്. ഇവിടെയും degree of A is equal to 4, degree of B is equal to 4. അങ്ങനെ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രിയും 4 ആണ് വരുന്നത്. അപ്പോൾ ഏതൊരു ഗ്രാഫിന് ഇതിന് ക്രോമാറ്റിക് നമ്പർ 4 ആണെങ്കിൽ ആ വെർട്ടിസസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. സോ കെ ക്രോമാറ്റിക് ആണെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും ഡിഗ്രി ഓഫ് ദ വെർട്ടെക്സ്. ഡിഗ്രി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K-1. K-1 അതിൽ കൂടുതലോ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ 3 വരുന്നുണ്ട്. ദ ക്രോമാറ്റിക് നമ്പർ ഇസ് 4. സോ ദിസ് ഇസ് K മീൻസ് ദിസ് ഇസ് K-1 എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് നോക്കി. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മുടെ ഗ്രാഫ് ഇപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ ബൈപാർട്ടഡ് ഗ്രാഫാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. സി ഹിയർ, ഇത് ഒരു കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫാണല്ലോ. ഈ കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സാമ്പിൾ, അതായത് K2,3 വെർട്ടെക്സ് സെറ്റ് V1 2 വേർട്ടിസസും V2 3 വേർട്ടിസസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കളേഴ്സ് വേണം? കാരണം വെർട്ടെക്സ് 1 സെറ്റിന് V1 സെറ്റ് ഫസ്റ്റ് സെറ്റിൽ ഒരു കളർ മതി, സെക്കൻഡ് സെറ്റിൽ 2 കളർ മതി. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ, കാരണം ഇവർ തമ്മിൽ വെർട്ടെക്സ് നോ 2 വെർട്ടിസസ് ഇൻ V1 ഇസ് അഡ്ജസൻറ്റ്. V1 ഒരു വെർട്ടെക്സും അഡ്ജസൻ്റ് അല്ല, നോ 2 വെർട്ടിസസ് ഇൻ V2 ആർ അഡ്ജസൻറ്റ്. അപ്പോൾ അതാവുമ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വെർട്ടെക്സിന് കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫിന് നമുക്ക് 2 കളേഴ്സ് മാത്രം മതി. ദാറ്റ് മീൻസ് ദ ക്രോമാറ്റിക് നമ്പർ ഇസ് ഈക്വൽ ടു 2. ഹിയർ ഓൾസോ ദ ക്രോമാറ്റിക് നമ്പർ ഇസ് 2. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് കംപ്ലീറ്റ് ഗ്രാഫ് K(m,n) എന്ന് പറയുമ്പോൾ എല്ലാ കംപ്ലീറ്റ് ഗ്രാഫിനും നമുക്ക് 2 തന്നെ ധാരാളം. അതുപോലെ ആ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ CN(C2). CN എന്ന് പറയുമ്പോൾ അതായത് അത് ഈക്വൽ ടു 2 ആയിരിക്കും. ക്രോമാറ്റിക് നമ്പർ ഓഫ് CN ഇസ് ഈക്വൽ ടു 2 ഇഫ് n is odd. n odd ആണെങ്കിൽ ക്രോമാറ്റിക് നമ്പർ 2 ആയിരിക്കും. if n is even, if n is even, the chromatic number is 2, and n is odd means the chromatic number is 3. This is the condition. അപ്പോൾ നമ്മൾ നോക്കി C5, C4, C5ന് C3ക്ക് 3 കളേഴ്സ് വേണം. C4, C6 നോക്കിയപ്പോൾ 2 കളേഴ്സ്. സോ Cn is equal to 3 if n is odd and 2 if n is even എന്നുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇന്നിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് നമ്മൾ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് കൂടി പറയുന്നുണ്ട്. അതായത് ഈ ബേസിക് പ്രോപ്പർട്ടീസ് സം ഒബ്സർവേഷൻസ് ആണ്. ഈ പ്രോപ്പർട്ടീസ് പോയിൻറ്റ്സ് എല്ലാം മറക്കാതെ വയ്ക്കുക, കാരണം ഇതെല്ലാം നമുക്കിവിടെ തിയറത്തിന് വേണം. ഇവിടെ നോക്കിയേ, C3ക്ക് C5ന് 3 ആണ്, C4 C6ന് 2 കളേഴ്സാണ് നമുക്കിവിടെ വേണ്ടി വരുന്നത്. ആൻഡ് ക്രോമാറ്റിക് നമ്പർ എന്താണെന്ന് നോക്കി, കളർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി, കളർ ക്ലാസ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ K കളറബിൾ, ക്രോമാറ്റിക് നമ്പർ, പ്രോപ്പർ കളറിംഗ്, വെർട്ടെക്സ് കളറിംഗ് നോക്കി. അതിനെ കുറേ ഡെഫിനിഷൻസ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഓൾ ദീസ് ഡെഫിനിഷൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, പ്ലീസ് ഗിവ് മീ എ മെസ്സേജ്. താങ്ക് യു.